ദില്ലിയിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. ആം ആദ്മി സഖ്യത്തിൽ പ്രതിഷേധിച്ച് 2 മുൻ MLA മാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. നീരജ് ബസ്വയ, നസബ് സിംഗ് എന്നിവരാണ് രാജിവെച്ചത്. അരവിന്ദർ സിംഗ് ലൗലിയുടെ രാജിക്ക് പിന്നാലെയാണ് കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി പാർട്ടി വിട്ടത്. അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് 2 മുൻ MLA-മാർ കൂടി ഇപ്പോൾ കോൺഗ്രസ് വിട്ടിരിക്കുന്നത്. വല്ലാത്ത തിരിച്ചടി. അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം, അടുത്ത തെരഞ്ഞെടുപ്പ് പുതിയ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ദില്ലിയിൽ നിന്ന് അടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? മറ്റാരെങ്കിലും ഇനി ആ ദില്ലി PCC-യിൽ നിന്ന് പാർട്ടി വിടാൻ ഒരുങ്ങുന്നുണ്ടോ? സിജു, തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദില്ലിയിൽ ഇത്തവണ ആം ആദ്മിയുമായിട്ട് സഖ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. പക്ഷേ ആ സഖ്യത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ രാജി ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് കോൺഗ്രസ് ദില്ലി PCC അധ്യക്ഷനായിട്ടുള്ള അരവിന്ദർ സിംഗ് ലൗലി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. അതിനുശേഷം അരവിന്ദർ സിംഗ് ലൗലി BJP-യിലേക്ക് ചേരുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരം ചില റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അരവിന്ദർ സിംഗ് ലൗലിയുടെ രാജിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ 2 മുൻ MLA-മാരാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. നീരജ് ബസ്വയ, നസബ് സിംഗ് എന്നിവരാണ് ഇന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് രാജിക്കത്ത് അയച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്നതാണ് ഇരുവരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അയച്ചിരിക്കുന്ന കത്തിൽ ഇവർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ആം ആദ്മിയുമായിട്ടുള്ള സഖ്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് രാജിവെക്കുന്നത് എന്ന് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് നൽകിയിരിക്കുന്ന രാജിക്കത്തിൽ ഇരുവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലത്തിലുള്ള തിരിച്ചടി തന്നെയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ദില്ലി വോട്ടെടുപ്പിന് മുന്നെയാണ് പാർട്ടിക്കകത്ത് കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. അതും ആം ആദ്മി സഖ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ പൊട്ടിത്തെറികൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നത്. സിജു, വിഷ്ണു, ഇതിനകത്ത് BJP-യുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിലെ സൂററ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ അവസരമൊരുക്കി. അതിന് പിന്നാലെ ഇൻഡോറിലും സമാനമായ സംഭവം ഉണ്ടായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവരെ വലയിലാക്കുന്ന രീതിയാണ് BJP തുടരുന്നത്. സ്വാഭാവികമായും ദില്ലിയിൽ വലിയ തരത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട് BJP. അത്തരത്തിൽ ആം ആദ്മി പാർട്ടി ശിഥിലമാക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പുതിയ ആരോപണം കോൺഗ്രസിലെ രാജിവെച്ച അംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആം ആദ്മിയുമായിട്ടുള്ള സഖ്യം ശരിയാകുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ BJP ഒരു ഇടപെടൽ ഇവിടെ നടത്തുന്നുണ്ടോ? ഒരുപക്ഷെ ഈ അരവിന്ദർ സിംഗ് ലൗലിക്ക് പിന്നാലെ അവിടുത്തെ PCC അധ്യക്ഷനായിരുന്നു ലൗലി. ഇപ്പോൾ 2 പേർ കൂടി പിന്മാറിയിരിക്കുന്നു, കോൺഗ്രസ് വിട്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ രാജികൾ ഉണ്ടാകാനുള്ള സാധ്യത വിലയിരുത്താനാകുമോ? സിജു, ഇനിയും കൂടുതൽ രാജി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആം ആദ്മിയുമുള്ള സഖ്യത്തിൽ വലിയ തലത്തിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനം കോൺഗ്രസ് ദില്ലി പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പമാണ് സിജു സൂചിപ്പിച്ച പോലെ BJP-യുടെ ഇടപെടലും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം BJP-യെ സംബന്ധിച്ച് ദില്ലിയിലെ 7 സീറ്റുകളും വളരെ നിർണായകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളും BJP ജയിച്ചതാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിൽ വലിയ തലത്തിലുള്ള ഒരു മത്സരം 7 സീറ്റുകളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ജയിച്ച സിറ്റിംഗ് MP-മാരെ പോലും മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഗൗതം ഗംഭീർ, അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള മീനാക്ഷി ലേഖി, ഇവർക്കൊക്കെ തന്നെ ഇത്തവണ ദില്ലിയിൽ സീറ്റ് നിഷേധിക്കുകയും പുതിയ ആളുകളെ മത്സരരംഗത്തേക്ക് ഇറക്കുകയും ചെയ്തൊരു സാഹചര്യം BJP-ക്ക് മുന്നിലുണ്ട്. അത്തരത്തിൽ BJP-യെ സംബന്ധിച്ച് 7 സീറ്റും വളരെ നിർണായകമായതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ കൂടുതൽ നേതാക്കളെ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളും വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂരറ്റിലായാലും ഇൻഡോറിലായാലും ഒക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് ദില്ലി കേന്ദ്രീകരിച്ചും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സിജു, ശരി. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ 2 മുൻ MLA-മാർ കൂടി പാർട്ടി വിട്ടിരിക്കുന്നു.